ഇന്നെടുക്കുന്ന ഡിസിഷൻസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ ശരിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു ക്ലയന്റ് എന്നെ കോൺടാക്ട് ചെയ്തു. പുള്ളി നാട്ടിൽ 6 മാസം മുന്നേ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്തു. പുള്ളി അറൌണ്ട് 1 CR മുടക്കി നാട്ടിലൊരു വീട് വാങ്ങിച്ചു. അതിൽ നിന്ന് ഇപ്പൊ പുള്ളിക്ക് കിട്ടുന്ന റെന്റൽ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ മന്ത്ലി 8,000 രൂപ ഇന്ത്യൻ മണിയാണ്. പുള്ളി പറഞ്ഞു, അന്നേ എനിക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിനെ പറ്റി അറിയായിരുന്നു, അന്ന് ഞാൻ എൻ്റെ പൈസ അവിടെ ഇടേണ്ടതായിരുന്നു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. പുള്ളി തന്നെ പറയുന്നു, ഞാനൊരു റോങ് ഡിസിഷൻ ആണ് എടുത്തതെന്നാണ് തോന്നുന്നതെന്ന്. ബട്ട് ആ ഡിസിഷൻ പുള്ളി ചേഞ്ച് ചെയ്തു. പുള്ളി ഇപ്പോൾ ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്തിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുബായിൽ അറൌണ്ട് 40 lakhs കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം. അതിന്റെ പേയ്മെന്റ് പ്ലാനോട് കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ, നല്ലൊരു അപ്രിസിയേഷന്റെ ഭാഗമാകാം. നിങ്ങൾ ഇപ്പോഴും ദുബായിൽ ഒരു പ്രോപ്പർട്ടി നോക്കിയിട്ട് നിങ്ങൾ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റതാണ്. ദുബായ് ഗവൺമെന്റ് അറൌണ്ട് 5 years പേയ്മെന്റ് പ്ലാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പ്രോപ്പർ നോളജ് ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഞാൻ തരാം ഇവിടെ എങ്ങനെ പ്രോപ്പർട്ടി വാങ്ങണം എന്നുള്ള ഓപ്പർച്യൂണിറ്റീസ്.